ഇതാണ് പകുതി പല്ല് പോയ എൻ്റെ അച്ഛമ്മ. അച്ഛമ്മൻ്റെ ഒരു ദിവസമാണ് ഈ വീഡിയോയിലുള്ളത്. 7 മണിക്ക് എണീറ്റ് അച്ഛമ്മ ആദ്യം പോകുന്നത് കോഴിക്കുട്ടിക്കാണ്. കോഴി വിട്ട് കോഴിനോട് അതുപോലെ തന്നെ ഗിനിപ്പന്നിനോട് അപ്പുറത്ത് വീട്ട് നായിനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കും. ഈ കണ്ണ് ചിരി നോക്കണ്ട, അച്ഛമ്മ കുറച്ച് ടെററാണ്. അച്ഛമ്മൻ്റെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛമ്മൻ്റെ കോളാമ്പിക്ക് നോക്കിയാൽ മതി. വീട്ടുകാരായിട്ട് ചെറിയ വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അച്ഛമ്മ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നിലത്ത് കോളാമ്പി കൊണ്ട് കുത്തും. അതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. അച്ഛമ്മൻ്റെ ദേഷ്യം കാണിക്കൽ ഈ കോളാമ്പി ഫുള്ള് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് കോളാമ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വീട്ടിൽ ഒരുപാട് നല്ല നല്ല ചെയർ ഉണ്ടെങ്കിലും അച്ഛമ്മ ഈ പഴഞ്ചൻ ചെയറിൽ മാത്രമേ ഇരിക്കുള്ളൂ. അതെന്താണെന്ന് ഇതുവരെ എനിക്കറിയില്ല. ഞാൻ എൻ്റെ അച്ഛമ്മനെ ഫ്രീക്ക് യോയോ ആക്കിയിട്ടുണ്ട്. അതുപോലെ അച്ഛമ്മ എനിക്ക് വേണ്ടി ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴയ വീഡിയോ ആണ്. അച്ഛമ്മയ്ക്ക് ഇപ്പം അത്ര വയ്യ. ഞാനും എൻ്റെ അച്ഛമ്മയും നല്ല കണക്ഷനാണ്. അതുകൊണ്ട് പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ 100 രൂപ എനിക്ക് വേണ്ടി തരും. എൻ്റെ അച്ഛമ്മയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അതുകൊണ്ട് കുറേ എഴുതാനും വായിപ്പിക്കാനും നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് എങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അച്ഛമ്മയ്ക്ക് ഒരു പേടിയാണ്. അതുപോലെ രാത്രി വീട്ടിലേക്ക് വരാൻ വൈകിയെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ചിലപ്പോൾ ഒന്നും പറയില്ല. പക്ഷെ അച്ഛമ്മ നല്ല ചീത്ത പറയും. ഈ വീഡിയോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. അതുകൊണ്ട് അവർ ജീവനോടെ ഉള്ളപ്പോൾ മാക്സിമം ഹാപ്പി